സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ തുടർഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സാമ്പത്തികം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നതെന്ന്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1955-ലാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ സ്വീകരിച്ച സമ്പദ് വ്യവസ്ഥ ഏത്? മിശ്ര സമ്പദ് വ്യവസ്ഥ. ഏതു മേഖലയ്ക്കാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ പ്രാധാന്യം നൽകിയത്? പൊതുമേഖലയ്ക്ക്. 1990-കളിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ പ്രകടമായ വ്യതിയാനം എന്ത്? 1990-കളിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ പ്രകടമായ വ്യതിയാനം പൊതുമേഖലയ്ക്ക് പകരം സ്വകാര്യ മേഖല പ്രാധാന്യം നേടി എന്നുള്ളതാണ്. ശാസ്ത്രം. സ്വാതന്ത്ര്യാനന്തരം ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ആരെല്ലാമാണ്? സ്വാതന്ത്ര്യാനന്തരം ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ഹോമി ജഹാംഗീർ ബാബ, എസ്.എൻ. ഭട്നാഗർ എന്നിവർ ചേർന്നാണ്. ഹോമി ജഹാംഗീർ ബാബ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനങ്ങൾ ഏവ? ഹോമി ജഹാംഗീർ ബാബ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനങ്ങൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ. 1954-നും 1964-നും ഇടയ്ക്ക് എത്ര ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികളാണ്, അതായത് IIT, സ്ഥാപിച്ചത്? 5. ശാസ്ത്ര സാമഗ്രികളുടെയും വിജ്ഞാനത്തിൻ്റെയും കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വച്ച ദേശീയ നേതാവ് ആര്? ശാസ്ത്ര സാമഗ്രികളുടെയും വിജ്ഞാനത്തിൻ്റെയും കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വച്ച ദേശീയ നേതാവ് ജവഹർലാൽ നെഹ്റു ആണ്. ശാസ്ത്ര സംബന്ധമായ നയരേഖ പാർലമെന്റ് പാസാക്കിയ വർഷമേത്? ശാസ്ത്ര സംബന്ധമായ നയരേഖ പാർലമെന്റ് പാസാക്കിയ വർഷം 1958 ആണ്. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപവൽക്കരിച്ച വർഷമേത്? ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപവൽക്കരിച്ച വർഷം 1962. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപവൽക്കരിക്കാൻ മുൻകൈയെടുത്ത ശാസ്ത്രജ്ഞൻ ആര്? ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപവൽക്കരിക്കാൻ മുൻകൈയെടുത്ത ശാസ്ത്രജ്ഞൻ വിക്രം സാരാഭായി. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന, അതായത് ISRO, സ്ഥാപിതമായ വർഷമേത്? 1969. അപ്പോൾ ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപവൽക്കരിച്ച വർഷം 1962-ഉം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന, അതായത് ISRO, സ്ഥാപിതമായ വർഷം 1969. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെ? തുമ്പയിലാണ്. 1975-ൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പ്രഥമ ഉപഗ്രഹമേത്? ആര്യഭട്ട. ആര്യഭട്ട വിക്ഷേപിച്ചത് 1975-ലാണ്. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രമേത്? ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രമേത്? ഇന്ത്യ. ശാസ്ത്രജ്ഞനും ഗവേഷകനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയായി? ശാസ്ത്രജ്ഞനും ഗവേഷകനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. ഉപഗ്രഹ വിക്ഷേപണികളായ SLV-3, PSLV എന്നിവ വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്കു വഹിച്ചത് ആര്? ഉപഗ്രഹ വിക്ഷേപണികളായ SLV-3, PSLV എന്നിവ വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്കു വഹിച്ചത് ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം. അപ്പം ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ്. ഭോപ്പാൽ ദുരന്തം ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും മാരകമായ വ്യാവസായിക ദുരന്തമായി അറിയപ്പെടുന്നത് ഏത്? ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും മാരകമായ വ്യാവസായിക ദുരന്തമായി അറിയപ്പെടുന്നത് ഭോപ്പാൽ വിഷവാതക ദുരന്തത്തെയാണ്. ഭോപ്പാൽ വിഷവാതക ദുരന്തം ഉണ്ടായ വർഷമേത്? ഭോപ്പാൽ വിഷവാതക ദുരന്തമുണ്ടായ വർഷം 1984 ഡിസംബർ 3-നാണ്.
മധ്യപ്രദേശിലെ ഭോപ്പാലിലെ ഏത് കീടനാശിനി നിർമ്മാണശാലയിലുണ്ടായ വിഷവാതക ചോർച്ചയാണ് ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായത്? മധ്യപ്രദേശിലെ ഭോപ്പാലിലെ ഏത് കീടനാശിനി നിർമ്മാണശാലയിലുണ്ടായ വിഷവാതക ചോർച്ചയാണ് ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായത്? യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ്. ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായത് ഏത് വിഷവാതകത്തിന്റെ ചോർച്ചയാണ്? ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായത് ഏത് വിഷവാതകത്തിന്റെ ചോർച്ചയാണ്? മീഥൈൽ ഐസോസയനേറ്റിന്റെ.